ഈ 9ാം ക്ലാസ്സുകാരന്റെ കല്യാണാലോചന ഒന്ന് കണ്ടു നോക്കി. ഒരു കാര്യം പറയാനുണ്ട്. മൊത്തം കേൾക്കാതെ ചാടിക്ക് റിയാക്ട് ചെയ്യും. നീ ആദ്യം കാര്യം പറ, എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കും. എനിക്ക് മടത്തിപ്പറമ്പിൽ നമ്മുടെ ബിനോയങ്ങളുടെ മോള് സേറെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവളെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന തുല്യൻ മണി ഞാൻ എന്തോ ഈ കേൾക്കുന്നത്. ഇതാ ഞാൻ പപ്പയോട് പറഞ്ഞു ഓവർ റിയാക്ട് ചെയ്യില്ലെന്ന്. ഞാനിപ്പോ നല്ലോണം പഠിക്കുന്നുണ്ടോ? ക്ലാസ്സിൽ ഫസ്റ്റ് ആണോ? അതൊക്കെ ശരി തന്നെ. എന്നോട് പറയാൻ കൊള്ളാതെ വർത്താനാണോ നീ ഇപ്പൊ പറഞ്ഞു? എനിക്ക് സേറെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവളോട് പോലും പറയാതെ ഞാൻ പപ്പയോട് വന്ന് പറഞ്ഞത്. അത് തെറ്റാണോ? ചേട്ടാ, നീ ഇത് അവളോട് പറയണ്ടേ, എന്നോട് എന്തിനാണ് വന്ന് പറഞ്ഞത്? എന്റെ ബി പി ഏറ്റാനോ? പപ്പ USA പോയി MBA എടുത്തിട്ട് അവിടെ തന്നെ സെറ്റിൽ ആവാനാണ് എന്റെ പ്ലാൻ. ഒരു അമേരിക്കക്കാരന് മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് വിനോയങ്ങൾ പറയൂ. എടാ കോടാലിച്ചെടുക്ക, നീ പറയുന്നതൊക്കെ സത്യമായിരിക്കും. അതിന് ഞാൻ എന്തോ ചെയ്യാനാ? എനിക്കിപ്പോ പ്രേമിച്ചടക്കാനൊന്നും സമയമില്ല. ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. പപ്പ ബിനോയങ്ങളെ കണ്ട് ഞങ്ങളുടെ കാര്യം ഒന്ന് സെറ്റിലാക്കി വെക്കണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ണാപ്പികൾ വന്ന് അവളെ അങ്ങ് അടിച്ചോണ്ട്. ഞാൻ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കന്റെ കാര്യം എങ്ങനെയാന്ന് ബിനോയോട് പറയും. നീ അമേരിക്ക പോകുന്ന പറഞ്ഞത് സത്യമാണോ? പപ്പ 100%. പപ്പയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ബിനോയോട് സംസാരിക്കാം. മതി, അത് മതി. പിന്നെ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഒരു കാര്യം കൂടെ പപ്പയോട് പറയും. അതും കൂടെ അങ്ങ് സെറ്റിലാക്കി കൊടുത്തേക്കണം. അതിന് എന്തോ ലുട്ടാപ്പി ഇങ്ങോടാ. ചെറുക്കന് മുന്നേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത്. പപ്പ എന്നെ പോലെ ഒരു കേസ് കെട്ടി പെട്ട് കിടക്കുക ഇവന്. പപ്പ ഇവന്റെ കാര്യം കൂടെ ഒന്ന് സെറ്റിലാക്കി കൊടുക്കണം. നിരഞ്ജന KP, അതാണ് അവളുടെ പേര്. പപ്പ വിഷമിക്കണ്ട. ഞാൻ അമേരിക്കയിൽ പോയി സെറ്റിലായ ഉടൻ ഇവനെ ഞാൻ അക്കരെ നടത്തും. പിന്നെ പപ്പയുടെ കാര്യം 70ാം വയസ്സ് മുതൽ പപ്പ ഒരു അമേരിക്കൻ പൗരനായിരിക്കും.